ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമകളിൽ പ്രത്യേകത തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങളായാണ് അപ്പുപിള്ളയിലൂടെ വിജയരാഘവനും ആസിഫ് അലിയുടെ അജയ് ചന്ദ്രനും. ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് ബാഹുൽ രമേഷിൻ്റെ രചനയിൽ 2024 ഇറങ്ങിയ ചിത്രം കിഷ്കിന്ധാകാന്ഡം ഒരു മിസ്റ്ററി ജോണറാണ്. മറവിയുടെ ആഴങ്ങളിലേക്ക് മറയുന്ന ഓർമ്മകളെ തന്നിലേക്ക് ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്ന അപ്പുപിള്ള, ഭാര്യയെയും ഏക മകനെയും നഷ്ടപ്പെട്ട അജയ് ചന്ദ്രനിലൂടെ ആസിഫ് അലി, സങ്കടത്തിൻ്റെ അലകൾ മൂടിക്കെട്ടിയ ആകാശം പോലെ പെയ്തൊഴിയാത്ത മഴ പോലെയോ ഉപമിക്കാവുന്ന ഒരു നിർവികാര ഭാവത്തിലാണ് അജയ് ചന്ദ്രനായി ആസിഫ് അലി ജീവിക്കുന്നു. വേട്ടയാടപ്പെട്ട ഭൂതകാലം ജീവിതം അറിഞ്ഞു തന്നെയാണ് അപർണ അജയ് ചന്ദ്രൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്നുവെങ്കിലും അപർണ അയാൾക്ക് സന്തോഷം നൽകുന്ന ഒരു സാന്നിധ്യമായി മാറുകയാണ്. കല്ലൈപ്പതി റിസർവ് ഫോറസ്റ്റിൽ നടക്കുന്ന കഥയിലെ അതിലെ പ്രകൃതി രമണീയമായ പശ്ചാത്തലം സിനിമയ്ക്ക് ഊർജം പകരുന്നു. ഇവിടെയുള്ള കുരങ്ങുകൾക്ക് കഥയിലെ നിഗൂഢത അനാവരണം ചെയ്യുന്നതിൽ ചെറിയൊരു പങ്കുണ്ട്. ഇതിലെ മറ്റ് കഥാപാത്രങ്ങളായ ജഗദീഷിൻ്റെ സുമതൻ പഴയൊരു നക്സൽ നേതാവാണ്. സിനിമ അവസാനം വരെ പ്രേക്ഷകർ സംശയത്തോടെയാണ് ഈ കഥാപാത്രത്തെ ഉറ്റുനോക്കുന്നത്. കാണാതായ തോക്ക് മുതൽ കാണാതായ ആൾ വരെ ബന്ധങ്ങളുടെ നിറം മാറുന്നതും അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വരെ വളരെ എളുപ്പത്തിൽ ന്യായീകരിക്കാവുന്ന രീതിയിലേക്ക് സിനിമ വഴിമാറുന്നു. അപ്പുപിള്ളയുടെ പരുക്കൻ ഭാവപകർച്ച മകനോടുള്ള സ്നേഹവായ്പയായിരുന്നു എന്നത് കഥാന്ത്യത്തിലാണ് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. ആസിഫ് അലിയുടെയും എടുത്തു പറയേണ്ട ഒട്ടേറെ അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. മലയാള സിനിമയിൽ നിർമ്മിച്ച ഏറ്റവും മികച്ച മിസ്റ്ററി ത്രില്ലുകളുടെ നിരയിലേക്ക് കിഷ്കിന്ധാകാന്ഡം പ്രശംസനീയമായ രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു.